എൻ്റെ പേര് നിവേദ്യ എന്നാണ്. ഞാൻ ഇപ്പോൾ ഇത്ര നേരം നമ്മൾ ചേട്ടനെ കുറിച്ച് പറഞ്ഞ് കേൾക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പോലെ അല്ലായിരുന്നു എൻ്റെ ഒരു വിദ്യാഭ്യാസം മുന്നോട്ട് പോയിരുന്നത്. കുഞ്ഞിലേക്ക് ഒരുപാട് ബുദ്ധിമുട്ടിയായിരുന്നു. എൻ്റെ ഒരു 10ാം ക്ലാസ് വരെയുള്ള കാലഘട്ടത്തിൽ വളരെ ബുദ്ധിമുട്ടിയായിരുന്നു. എന്ന് വെച്ചാൽ പഠിക്കുന്നത് അത്രത്തോളം ഫലപ്രദമല്ലാത്ത രീതിയിലായിരുന്നു. മാർക്കുകളുടെ രീതിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒട്ടും ഫലപ്രദമല്ലാത്ത രീതിയിലായിരുന്നു പഠനം മുന്നോട്ട് പോയിരുന്നത്. അങ്ങനെ വന്ന് 10ാം ക്ലാസ്സിൽ ഒരു മാത്സ് എന്ന സബ്ജക്റ്റിന് പോകുകയും രണ്ടാമത് എഴുതിയെടുക്കുകയാണ് ചെയ്തത്. പിന്നെ അതിനുശേഷമാണ് ഈ നമ്മുടെ സ്ഥാപനത്തിലേക്ക് ഒരു ഫുൾ ടൈം ആയിട്ട് ഇവിടെ ഇരുന്ന് പഠിക്കുന്നുള്ള രീതിയിലേക്ക് തിരിച്ചു വരുന്നത്. ആ സമയത്ത് ആണ് മുൻപ് നമ്മൾ പ്രാർത്ഥനയിലായിരുന്നെങ്കിലും പ്രാർത്ഥന ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ഘടകമായിട്ട് എടുത്തത് ഇവിടെ വന്ന് ഈ കുട്ടികളുടെ കൂട്ടത്തിൽ ഇരുന്ന് പപ്പയെ 24/7 കേൾക്കാൻ തുടങ്ങിയ സമയം തൊട്ടാണ് പ്രാർത്ഥനയെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് മനസ്സിലെടുക്കാൻ തുടങ്ങിയത്. അന്ന് ഒരു ധ്യാനത്തിന്റെ സമയത്ത് ഇങ്ങനെ ഒരു വചനമുണ്ടായിരുന്നു, പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങളെ എല്ലാ കാര്യങ്ങളും അനുസ്മരിപ്പിക്കും. അപ്പൊ എനിക്ക് ഏറ്റവും പ്രശ്നമായിട്ട് തോന്നിയിരുന്നത് ഈ മറവി എന്നുള്ളൊരു കാര്യമാണ്. അപ്പൊ ഞാൻ പഠിക്കുന്നുണ്ട്, ഹാർഡ് വർക്കർ ആയിരുന്നു. അപ്പൊ ഞാൻ അതിനുശേഷം പരിശുദ്ധാത്മാവിന്റെ അത് സ്ഥിരം ഒരു ഭാഷാവരം കിട്ടി. അപ്പൊ ഭാഷാവരം കിട്ടിയതിന് ശേഷം അത് സ്ഥിരം അത് നിരന്തരം സ്തുതിക്കാൻ തുടങ്ങി. അതിനുശേഷം എൻ്റെ ഓർമ്മയിൽ ഒരു ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു വ്യത്യാസം വന്നു. അങ്ങനെ 10ാം ക്ലാസ്സിൽ ഫെയിലായിരുന്ന ഞാൻ +2 82% ഫിനിഷ് ചെയ്തു. അതിനുശേഷം എൻട്രൻസ് എഴുതി എനിക്ക് MBBS ചേരാൻ സാധിച്ചത്. പിന്നെ വളരെ സ്മൂത്തായിട്ടായിരുന്നു പഠനം പോയിരുന്നത്. പിന്നെ മെഡിക്കൽ കോളേജ് കാലഘട്ടത്തിൽ ഇതുവരെ ഒരു വിഷയത്തിന് പോലും പോകാതെ മനോഹരമായിട്ട് അത് ഫിനിഷ് ചെയ്യാൻ സാധിച്ചു. അത് ഈ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഒരു ബന്ധവും അന്ന് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതിന് ശേഷം ഉണ്ടായ അരൂപിയിൽ നിറഞ്ഞുകൊണ്ട് എൻ്റെ ഓർമ്മയിലുണ്ടായ ഒരു വ്യതിയാനമാണ് ഇപ്പോൾ ഡോക്ടർ എന്നൊരു പദവിയിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചത്. MBBS കഴിഞ്ഞ കൊല്ലമാണ് ഫിനിഷ് ആകുന്നത്. അതിനുശേഷം ഇപ്പോൾ PGക്ക് വേണ്ടി നമുക്കൊരു എൻട്രൻസ് എഴുതണം. അപ്പൊ അതിന്റെ പഠനവുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് സഹായകമായ ഒരു അറ്റ്മോസ്ഫിയർ ഇവിടെ ആ അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നു. വർക്ക് ഒരിക്കലും മാറ്റി നിർത്തി എന്നല്ല പറയുന്നത്, വർക്ക് തുടർന്നുകൊണ്ടിരുന്നു, നന്നായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അതിനോടൊപ്പം കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് വർദ്ധിച്ചു. പരിശുദ്ധാത്മാവിന്റെ ഒരു ഇടപെടലായിട്ട് ഞാൻ വിശ്വസിക്കുന്നു.